ആ ഐശ്വര്യേച്ചി, നമ്മള് പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നില്ലേ? അഖിലും ആ വാസുദേവനും ഇനി ജയിൽ ഇടിഞ്ഞാലും പുറത്തു വരില്ല. അവരെ പോലീസ് വെറുതെ വിട്ടെന്നാ ഞാൻ അറിഞ്ഞത്. എന്താ വെറുതെ വിട്ടെന്നോ? ആ ആ ശ്യാമ എന്തോ CCTV ഫുട്ടേജോ മറ്റോ കണ്ടെത്തിയെന്നോ കേസ് മറ്റൊരു വഴിക്ക് തിരിഞ്ഞെന്നൊക്കെ ഓഫീസിലെ സ്റ്റാഫ്സ് പറയുന്ന കേട്ടു. വ്യക്തമായിട്ടൊന്നും ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, അന്വേഷണം ഒടുവിൽ നമ്മളിലെത്തുവോ? ഒന്നും എനിക്കറിയില്ല വിസ്മയ. ഞാൻ ആകെ പെട്ട അവസ്ഥയില. അയ്യോ ചേച്ചി, എനിക്ക് പേടിയാവാ. എനിക്ക് അതിലും വലിയ പ്രശ്നമാ. എന്റെ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലേസ് കാണുന്നില്ല. എന്താ കാണുന്നില്ലെന്നോ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വരെ അതെന്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു, ഉറപ്പാ. ഇപ്പോ കാറി കയറി കുറെ കഴിഞ്ഞപ്പോഴാ ശ്രദ്ധിച്ചേ, അത് കാണാനില്ല. അയ്യോ, അത് എവിടെ പോയി? അറിയില്ല. തിരുവാഭരണം എടുപ്പിച്ചതിന് ഭഗവാൻ എനിക്ക് തന്ന ശിക്ഷയാണെന്ന് എനിക്ക് തോന്നുന്നത്. ചേച്ചി, അപ്പൊ എനിക്കും പ്രശ്നമാവില്ലേ? ഭഗവാന് തൊട്ട് കളിച്ചതാ പ്രശ്നമായത്. വെറുതെ ഇരുന്നാ മതിയായിരുന്നു. അയ്യോ, എന്റെ നെക്ലേസ്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ശരി. എന്റെ ദൈവമേ, എനിക്കിനി എന്ത് ശിക്ഷയാ വെച്ചിരിക്കുന്നേ? ഇനി വർമ്മ സാറിന്റെ ഫംഗ്ഷന് പാട്ടിന്റെ രൂപത്തിലായിരിക്കും എനിക്ക് പണി കിട്ടാൻ പോകുന്നത്. എന്താ ആലോചിക്കുന്നത്? അല്ല, തിരുവാഭരണം മോഷണം പോവാ. അച്ഛനെ സംശയിക്കുക. കൃത്യം പച്ചക്കറി കടയിൽ തിരുവാഭരണം ഒളിപ്പിച്ചു വയ്ക്കുക. അപ്പൊ അത് എടുത്തവര് മാത്രമല്ല, അതിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. എന്നെ അച്ഛനെ പിടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരോ ചെയ്ത തിരുവാഭരണം എടുത്തവരുടെ പിന്നില് ശക്തരായ ആരോ ഉണ്ട്. നമ്മളോട് അത്രയ്ക്ക് വാശിയുള്ളവരാത്. അത് ആരാന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തത്. ഇന്നലെ സ്റ്റേഷനിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലല്ലോ. അതും ഇതും ആലോചിച്ച സമയം കളയണ്ട. എന്നാലും നമ്മൾ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ട് അതാരാന്നറിയാതെ എനിക്ക് ശരിക്കും സ്വസ്ഥത കിട്ടുന്നില്ല. സാരമില്ലെന്നേ, അതാര് ചെയ്താലും അതിന് പകരം കൃഷ്ണൻ ചോദിച്ചോളൂ. എനിക്ക് ഉറപ്പുണ്ട്. സ്റ്റേഷനിൽ വെച്ചും എനിക്ക് എന്റെ കാര്യത്തിലായിരുന്നില്ല വിഷമം, അച്ഛനെ ഓർത്തിട്ടാ. പാവം, ആകെ തളർന്നു പോയി. വരട്ടെ, ആരായാലും അങ്ങനെ രക്ഷപ്പെടില്ല. അച്ഛനോ നമ്മളാരോ മനസ്സുകൊണ്ട് പോലും അങ്ങനെ ഒരു പാപം ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തവർക്ക് അതിൻ്റെ ഫലം ഉറപ്പായിട്ടും കിട്ടും. കൃഷ്ണന്റെ തിരുവാഭരണം മോഷ്ടിച്ചിരിക്കുന്നത് അതല്ലേ? വേഗം അതെടുത്തവരെ നമ്മുടെ കൺമുമ്പിൽ കാട്ടിത്തന്നെ. ആ പിന്നെ ഞാൻ സാറിന് മധുരന്നൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട്. എവിടെ കാണട്ടെ? ദാ.
നന്നായിട്ടുണ്ടല്ലോ. മധുരയില് ശരിക്കും കണ്ണിനെ തൊഴാൻ പോലും കഴിഞ്ഞില്ല. പിന്നെ നന്നായിട്ട് പാടാൻ പറ്റി. അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാ കാണുന്നത്. ഒരു ദിവസം മുഴുവൻ അവിടെ തങ്ങി കണ്ണിന്റെ ഭക്തിയിൽ അങ്ങ് ലയിച്ചു ചേർന്നു. അതിൽ പരം ആനന്ദം വേറെ എന്താ ഉള്ളത്? സാരില്ല, നമുക്ക് വളരെ താമസിയാതെ തന്നെ മധുരയിലെ കണ്ണന്റെ അടുത്തേക്ക് പോ. അന്ന് അച്ഛനും അമ്മയും അപ്പുവും എല്ലാവരും കൂടെ ഉണ്ടാവും. കാണേണ്ട ഒരു കാഴ്ചയാ. അത്രയ്ക്ക് വിശേഷം അവിടെ. ആ, മധുര മാത്രമല്ല, ദ്വാരക, കണ്ണന്റെ അമ്പാടി, അങ്ങനെ ഒരുപാട് വിശേഷ സ്ഥലങ്ങളുണ്ട് അവിടെ. കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ നമുക്ക് പോവാം. എന്നും ഒരാളെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കില്ലല്ലോ. നമ്മൾ സത്യസന്ധമായിട്ട് ശരിക്കും പരിശ്രമിച്ചാൽ മതി. എല്ലാ കഷ്ടതയും മാറും, നല്ലത് വരും, അതുറപ്പാ. എന്റെ കണ്ണ, നിന്റെ അനുഗ്രഹം ഇന്നും ഞങ്ങളിൽ ഉണ്ടാവണേ. മോളെ, അതൊക്കെ പൊടിയാ. മോൾ അപ്പുറത്ത് പോയിരുന്നു പഠിച്ചേ. അമ്മ ഇതൊക്കെ തടുക്കി പറക്കി വെക്കട്ടെ. സാരമില്ലമ്മേ, ഞാനും സഹായിക്കാം. വേണ്ട മോളെ, പൊടിയടിച്ച് ചുമയും പനിയൊക്കെ വരും. സാരമില്ലമ്മേ. മോളെ, ഇത് മോളുടെ അല്ലേ? ആ, ഇതെന്റെ ബുക്കാ. ഇതേ മോള് റൂമിൽ കൊണ്ടുവയ്ക്ക്. പഠിക്കാനുള്ള ബുക്സ് ഇവിടെ ഇരുന്നാലെങ്ങനാ? ശരി, എന്നാ ഞാനിത് കൊണ്ടുവച്ചിട്ട് വരാവേ. ആ വേണ്ട, നല്ല കുട്ടിയാണെങ്കിൽ മോള് മോളുടെ റൂമിൽ ഇരുന്ന് വായിക്കും. ഞാൻ നല്ല കുട്ടിയാ. ശരി, എന്നാ പോയിരുന്ന് വായിക്ക്. വായിച്ചിട്ട് പിന്നെ ഞാൻ വരുവേ. പിന്നല്ലേ, അത് സാരമില്ല. ഇപ്പൊ പൊക്കോ. ചേച്ചി ഇവിടെ നിൽക്കായിരുന്നോ? ശ്യാമ, ഞാനേ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാന്ന് വെച്ചു. കുടുംബശ്രീന്നൊരു ലോൺ എടുത്തിട്ട് ഒരു തയ്യൽ മെഷീൻ വാങ്ങാന്ന് വെച്ചു. അതിവിടെ വെക്കാനാ. ആ, നല്ല കാര്യമാണല്ലോ. മോള് വളർന്നു വരല്ലേ ശ്യാമേ, ചെലവ് കൂടി വരിക. അപ്പോ ചുറ്റുവട്ടത്തുനിന്ന് കിട്ടുന്ന ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാം. എനിക്കെന്തെങ്കിലും ഒരു വരുമാനം ആവുമല്ലോ, അല്ലാതെ പറ്റില്ല. അത് നല്ല ഐഡിയ തന്നെയാ. ആ, പിന്നെ നീ മധുര കൃഷ്ണന്റെ മുന്നിൽ പാടാൻ പോയതും വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് ഇന്നാ. ഇടയ്ക്ക് ചേച്ചിയൊന്നും വിളിക്കാനുള്ള സാവകാശം ഉണ്ടായില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അവിടെ നിന്റെ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് അവരുടെ ദുഃഖം കാണാം, അല്ലാതെന്താ? എന്തായാലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാതെ സത്യം തിരിച്ചറിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്റെ കണ്ണന് ഇത്ര പെട്ടെന്ന് സത്യം പുറത്തു കൊണ്ടുവന്നേ. ഇതിന്റെ പിന്നില് ആ അരുന്ധതി മോളുവാണെന്നാ എന്റെ ബലമായ സംശയം. അവര് രണ്ടാളും പുറകെ നടന്ന് നിന്നെ ദ്രോഹിക്കല്ലേ? വിസ്മയ എന്നെ കൊണ്ട് പാടിക്കാൻ വീട് വരെ വന്നിരുന്നു. ദേഹം തളരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ഷോയൊക്കെ കാണിച്ചു. ഞാനും അവൾക്ക് കണക്കിന് കൊടുത്തു തന്നെ വിട്ടെ. അതിന്റെയൊക്കെ വാശി അവൾക്കും അവളുടെ അമ്മയ്ക്കും കാണും. പിന്നെ ഒട്ടും സംശയം വേണ്ട, ഇതിന് പിന്നിൽ ആ അമ്മയും മോളും തന്നെയാ. ശ്യാമെ, പോലീസിലൊരു സൂചന നൽകുന്ന നല്ലതാ. അവരാ വഴിക്ക് അന്വേഷിച്ചോളൂ. അതൊന്നും വേണ്ട ചേച്ചി. ആരായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം സാക്ഷാൽ കണ്ണൻ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് കൊടുത്തോളും.
അതിൽ സംശയമില്ല. നാളെ ആ ബർത്ത്ഡേ ഫംഗ്ഷൻ. അച്ഛൻ നേരിട്ട് വന്ന അഖിൽ സാറിനെ എന്നെ ക്ഷണിച്ചത്. ആ ബർത്ത്ഡേ പാർട്ടി എവിടെയാന്ന് എനിക്ക് മനസ്സിലായി. ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് പോയതിന്റെ വിഷമം രണ്ടാൾക്കും ഇതുവരെ മാറിയിട്ടില്ലല്ലോ. തറവാട്ടിൽ പിറന്ന റിച്ചായ നല്ല എഡ്യൂക്കേഷനുള്ള 3 പെൺകുട്ടികളുടെ ഫോട്ടോയാ ഇത്. ഈ 3 പേരിൽ ആരെയാ എന്റെ അഖയ്ക്ക് ഇഷ്ടമായ ആ ആളെ ഇവന് തിരഞ്ഞെടുക്കാം. ശ്യാമേ, പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അങ്ങനെ ആവാതെ സൂക്ഷിച്ചോ. ഞാൻ ശ്യാമയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വസുന്ധരാമയുടെ സ്വഭാവം അങ്ങനെ, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പൊ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നത്. അച്ഛനെ വിഷമിപ്പിക്കാൻ വയ്യ, അതുകൊണ്ടാ. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അച്ഛൻ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുക. ആ ശ്യാമ ഇത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തെ. ഇന്നെന്റെ പിറന്നാളാ. ഇന്നോ? ആ തിരക്കിനിടയിൽ അതുപോലും ഓർക്കാൻ പറ്റിയില്ല. ഒന്നുമില്ലെങ്കിൽ മോളെയും കൂട്ടി അമ്പലത്തിലെങ്കിലും പോയേനെ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ചെറിയ ഗിഫ്റ്റ് എങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നേനെ. ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ജീവിക്കാനുള്ള ഓട്ടോ അല്ലേ. അതിനിടയിൽ എന്നെ പോലുള്ളവർക്കൊക്കെ എന്ത് ബർത്ത്ഡേ. എനിക്കിപ്പോ ഊണിലും ഉറക്കത്തിലും എന്റെ ശ്രീകുട്ടിയുടെ കാര്യം മാത്രാ. എന്നാലും ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ, ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ആഘോഷിക്കണം. അത് സാരല്ലെന്നേ. ആ പിന്നെ ശ്രീകുട്ടിയോട് ബർത്ത്ഡേയുടെ കാര്യമൊന്നും പറയല്ലേ. പിന്നെ അപ്പ അവള് ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറഞ്ഞു തുടങ്ങും. അങ്ങനെ നല്ലൊരു കാലത്ത് അതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. ആ ഇനി ആ ഓർമ്മകൾ മതി എനിക്ക്. അപ്പൊ ഇന്നമ്മയുടെ ബർത്ത്ഡേ ആണല്ലേ? ബർത്ത്ഡേക്ക് എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ആരാ? ഞാനല്ലേ? ഗിഫ്റ്റ് വാങ്ങാൻ ഇത് തികയോ? മതി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഗിഫ്റ്റാ വാങ്ങാ? ആ അമ്മയ്ക്കിഷ്ടം സാരിയാ, അത് മതി. അമ്മയും ഷമേച്ചി ഒന്നും അറിയാതെ പുറത്തു പോണം. ഗിഫ്റ്റുമായി വരുമ്പോഴേ അവരറിയാവൂ. എൻ്റെ അമ്മ ഇന്ന് ശ്രീകുട്ടി ഞെട്ടിക്കും, നോക്കിക്കോ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി ഇവിടെ കാണും. ഇവിടെ സാരി ഇരിക്കുന്നേ. ആ ആന്റിയോട് ചോദിച്ചാലോ?
അത് വേണ്ട. ആ ചേച്ചി കൊള്ളാം, ആ ചേച്ചിയോട് ചോദിക്കാം. ഒരു സാരി ആർക്കാ? എന്റെ അമ്മയ്ക്കാ. മോളെ അമ്മ എവിടെ? അമ്മ വീട്ടിലാ. അപ്പൊ കൂടെ ആരാ ഉള്ളത്? മോള് വിളിക്കേ, ഏത് സാരിയാ വേണ്ടതെന്ന് ചോദിക്കാം. ദാ അത് നോക്കട്ടെ ചേച്ചി. അതാണോ? മോക്കിത് ഇഷ്ടായോ? എന്റെ അമ്മ ഇത് കൊടുത്ത രസമായിരിക്കും. മോളുടെ കൂടെയുള്ള ആളെ വിളിക്കേ. ഇത് എത്ര രൂപയാ ചേച്ചി? അത് മോളോട് പറഞ്ഞാ പറ്റില്ല. പൈസ എന്റെ കയ്യിലുണ്ടതാ. എത്ര രൂപയാണെന്ന് പറയേച്ചി, അത് ഞാൻ തരാം. ചേച്ചി സാരി എടുക്ക, പൈസ തന്നിട്ട് എനിക്ക് പോണം. അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ. സാരി താ ചേച്ചി, എനിക്ക് പോണം. എന്താ എന്താ മോളെ? അങ്ങളെ സാരി തരാൻ പറയേ. ഇതാ കാശ്. മോളുടെ കൂടെ ആരാ ഉള്ളത്? ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഒന്നും പറയുന്നില്ലേ? മോളെ ആർക്കൊപ്പം വന്നത്? ഒറ്റയ്ക്കാ. ഒറ്റയ്ക്കാണോ? അതിനെന്താ, ഇതാ കാശ് കൊണ്ടുവന്നിട്ടുണ്ട്. സാരി താങ്കൾ, എനിക്ക് പോണം. മോളെ ഈ പൈസക്ക് സാരി കിട്ടത്തില്ല. കിട്ടും. കിട്ടില്ല മോളെ. ഈ സാരി 6000 രൂപ വിലയുണ്ട്. ഇതാ കാശ്. മോളെ ഇത് 500 രൂപ പോലും ഇല്ല. മോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോൺ നമ്പർ പറയും, ഞാൻ അവരെ വിളിക്കാം. വേണ്ട, അമ്മ അറിയാതെ ഗിഫ്റ്റ് കൊടുക്കാനാ. ഓ, ഇതാകെ പ്രശ്നമായല്ലോ. സാരി എടുക്ക്, ഇതാ കാശ്. ഓ, മോളെ പറയുന്ന കേക്ക്. ഫോൺ നമ്പർ അറിയാമെങ്കിൽ ഒന്ന് പറയേ. സാരി താ ചേച്ചി, എനിക്ക് വേഗം പോണം. മോളെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? സാരി താ. ശോ, ഇത് വലിയ കുരിശായല്ലോ. എനിക്ക് ഈ ഏതാ സാരി ഈ കുട്ടി? വേണം. സാരി തരാതെ പറഞ്ഞേ. സാരി തരാതെ ഞാൻ പോവില്ല. എനിക്ക് എന്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാ. പൈസ തരാൻ താ. എനിക്ക് സാരി വേണം. 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 അയ്യോ ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി, എനിക്ക് സാരി വേണം ചേച്ചി. മോളെ ശ്രീകുട്ടി, എന്താ മോളെ? ചേട്ടാ എന്താ പ്രശ്നം? സാറ് കണ്ടോ, ഈ രൂപയ്ക്ക് ഈ സാരി വേണമെന്ന് നിർബന്ധം പിടിക്കുക. മോളോ അങ്ങനെ ചോദിക്കട്ടെ. പറ്റില്ല, എനിക്ക് സാരി തന്നെ വേണം. ശരി മോള് കരയണ്ട. സോറി ചേട്ടാ, കൊച്ചുകുട്ടിയല്ലേ. ഏതായാലും മോൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, നിങ്ങളിത് പാക്ക് ചെയ്തോളൂ. കൂടെ ആരാ ഉള്ളതെന്ന് ചോദിച്ചിട്ട് മോളൊന്നും പറഞ്ഞില്ല. മോളുടെ അച്ഛൻ ഇവിടെ നിൽക്കുകയാണെന്ന് മോൾ എന്താ പറയാത്തത്? ഞങ്ങളാകെ ടെൻഷനായിപ്പോയി. ഓക്കെ ഏട്ടാ, ഇത് മോക്ക് ഇഷ്ടപ്പെട്ടല്ലേ, നിങ്ങളിത് പാക്ക് ചെയ്തോളൂ. ഓക്കെ സാർ. വന്നേ മോള് വാ. വന്നേ. ഓക്കെ, ഇത് പാക്ക് ചെയ്യൂ. അങ്കിള് വന്നാ നന്നായി. ആ ആൾക്ക് ഭയങ്കര ചാടയാ. കുട്ടികൾ ചോദിച്ചാ സാരി തരില്ല. അല്ല മോളെങ്ങനെ ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നേ? ഇന്നെന്റെ അമ്മയുടെ ബർത്ത്ഡേയാ. ഓരോ ആഘോഷവും ഇല്ല. ഞാൻ അമ്മ അറിയാതെ ഇത്രയും രൂപ എടുത്തോണ്ട് വന്നതാ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങാൻ. അയ്യോ മോളെ, അങ്ങനെ ചെയ്യാവോ? ഒറ്റയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാവോ? ഇനി ഇങ്ങനെ പാടില്ല കേട്ടോ. സമ്മതിച്ചു, പക്ഷെ എന്റെ അമ്മയ്ക്ക് ഇന്ന് ഗിഫ്റ്റ് കൊടുക്കണം. അതിന് ആ സാരി മതിയോ മോൾക്ക്? കേക്കും ചോക്ലേറ്റും ഒക്കെ മേടിക്കാനിരുന്നതാ. അപ്പൊ അങ്കിള് പറയാ സാരിക്ക് ഈ പൈസ തികയില്ലാന്ന്. അത് സാരില്ല കേട്ടോ, അതൊക്കെ നമുക്ക് വാങ്ങാം. എന്നാലേ അതിന്റെ പൈസ അങ്കിളിന് ഞാൻ കുറച്ച് കഴിഞ്ഞ് തരാം കേട്ടോ. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ മോളെ. ഇപ്പൊ നമുക്ക് അമ്മയുടെ ബർത്ത്ഡേ അല്ലേ പ്രധാനം. അത് നമുക്ക് ഗംഭീരമായിട്ട് നടത്താം. മോളുടെ സന്തോഷമല്ലേ അങ്കിളിന്റെ വലുത്.
ബർത്ത്ഡേക്ക് അങ്കിളും വേണം. അങ്കിളും വീട്ടിലേക്ക് വാ. അയ്യോ മോളെ, അത് വേണോ മോളെ? അങ്കിളും വരണം. ഒരു കാര്യം ചെയ്യാം, അങ്കിൾ മോളെ വീട്ടിൽ കൊണ്ടാക്കാം. അങ്കിൾ ഇന്ന് കുറച്ച് തിരക്കുണ്ട്, ഫംഗ്ഷനൊന്നും നിൽക്കാൻ പറ്റില്ല. എന്നാ മോള് വാ, നമുക്ക് പോവാം. പിന്നെ മോള് സെലക്ട് ചെയ്ത സാരി തന്നെ മതിയല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങാം. വേണ്ടെങ്കിലേ അത് മതി.